രണ്ടു ദിവസം കൊണ്ട് അച്ഛൻ ഇങ്ങനെ ഒരു മാറ്റം വരാൻ എന്താ കാരണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 100 കൊല്ലം ശ്രമിച്ചാലും ചിലരെ മനസ്സിലാക്കാൻ പറ്റില്ല. എന്നാൽ ചിലരെ മനസ്സിലാക്കാൻ 1 മണിക്കൂർ മതി. എന്തിന് 1 നിമിഷം മതി. നാട് മുഴുവൻ കട്ടുമുടിച്ച് തമ്മിത്തല്ലി കഴിവേറിയായിട്ട് നടന്ന അവനെ 1 മണിക്കൂർ കൊണ്ട് അച്ഛൻ എന്നാ മനസ്സിലാക്കാന്നാ പറയുന്നേ? തനിക്ക് ആ വീട് തരാൻ പറ്റുമോ? വീട് തരാം, പക്ഷേ എന്താ ഒരു പക്ഷേ? ഇന്നലെ കൊണ്ടുവന്ന 10 മുറിയാക്ക് കുരുമുളക് അതിനുള്ളിലായിരിക്കണത്. അതവിടെ ഇരുന്നോട്ടെ, ഒരു കുഴപ്പവും വരില്ല. ഇനി അവന്റെ ഉത്തരവാദിത്വം മുഴുവൻ അച്ഛനാ. ഞാൻ ഏറ്റവും തന്റെ ചരക്ക് അവിടെ ഇരിക്കുമ്പോ വാറുണ്ണിയുള്ളൊരു ഉറപ്പാ. നല്ല ഉറപ്പാ. കള്ളന്റെ കയ്യിലല്ലേ താക്കോല്? അല്ലപ്പാ, ഇത്തിരി മനുഷ്യത്വം ഉണ്ടെങ്കിൽ കാവലിന് ബെസ്റ്റ് കള്ളനാണ്. എന്തൊക്കെയായാലും ക്രിസ്ത്യാനികളല്ലേ, അവര് ചേരണ്ടപ്പോ ചേരും. എന്തേ? കരക്കാരെ കൂടി തീരുമാനിച്ചതാ വാറുണ്ണിക്ക് പച്ചവെള്ളം കൊടുത്തു പോകരുത്, ഇവിടെ നിന്ന് കെട്ടിക്കെട്ടിക്കണമെന്നൊക്കെ. അവസാനം കാര്യത്തോടെടുത്തപ്പോ അവരൊന്നായി. പനങ്കോടൻ അച്ഛൻ ഇപ്പൊ രക്ഷകർത്താവായി. മാത്തുക്കുട്ടിയുടെ കടയിൽ നിന്ന് ആവശ്യത്തിനുള്ള സാധനങ്ങൾ കൊടുക്കണം. അവൻ അച്ഛന്റെ മുമ്പിൽ കുമ്പസാരിച്ചെന്നും ചെയ്തതൊക്കെ ഏറ്റു പറഞ്ഞെന്നാ കേട്ടത്. നിങ്ങൾ ഇത്ര ശുദ്ധാത്മാവായി പോയല്ലോ വൈദ്യരെ. എത്രയൊക്കെ ആയാലും അണ്ണാൻ മരം കയറ്റം മറക്കൂ. എല്ലാരും കൂടെ എന്താ വിശേഷിച്ചൊന്നുമില്ല. അച്ഛൻ അറിയാവുന്ന കാര്യം തന്നെ. വാറുണ്ണിയെ വീണ്ടും ഇവിടെ താമസിപ്പിക്കാൻ മുൻകൈ എടുത്ത അച്ഛനാണോ? അതെ. അച്ഛൻ ഇത് എന്നാ വിചാരിച്ച ഈ നാട്ടിൽ ഞങ്ങൾക്ക് മനസമാധാനത്തോടെ ജീവിക്കണ്ടായോ? കുഞ്ഞച്ചൻ തന്നെയാണോ ഈ പറയുന്നത്? നീയാണോ ഈ നാട്ടിലെ സമാധാന പാലകൻ? എടാ, ആദ്യം നീ നന്നാക്. 2 കാലിലും ആനമന്തുള്ളവൻ ഉണ്ണിമന്തുള്ളവനെ മന്താന്ന് വിളിക്കരുത്. ആ കള്ള നായിന്റെ മോനെ നാട്ടിൽ നിന്ന് പറഞ്ഞു വെച്ചിട്ടില്ലെങ്കിൽ ഈ നാടൻ കുട്ടിച്ചോറാക്കൂ. അവൻ ഇവിടെ കാട്ടിക്കൂട്ടിയതെല്ലാം അച്ഛൻ അറിയാം. നായാട്ടുകാരെ നമുക്ക് വേറെയും കിട്ടില്ലേ? വക്കീലെ, ഒരു മനുഷ്യനെ ചീത്ത എന്ന് പറഞ്ഞ് തള്ളിക്കണ എളുപ്പമാ. എനിക്ക് നിങ്ങൾക്കും എല്ലാവരും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അവനൊരു പുതിയ മനുഷ്യനാ. നന്നാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്കൊരു അവസരം കൊടുത്തൂടെ? നിങ്ങൾക്ക് എന്തിന്റെ വിരാന്താണ് അച്ഛോ? പത്തിന്റെ വാല് ഓടക്കോലിട്ട് നിവർത്തി നോക്കുകയാണ് അച്ഛൻ. ചിലപ്പോ നിവർന്നാലോ? ആ നിവർത്തി നോക്കി. ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനി അവൻ എന്ത് തോന്നിവാസം കാട്ടിയാൽ അച്ഛൻ സമാനം പറയേണ്ടി വരും. സമ്മതിച്ചു. അച്ഛന് പള്ളിക്കാരിയെ നോക്കിയാ പോരായോ? ഈ കണ്ണി കണ്ടവനെയൊക്കെ നന്നാക്കാനും കുഞ്ഞാടുകളാക്കാനും പോകുന്നത് എന്തിനാണ് അച്ഛോ? അത് ഞാൻ തീരുമാനിച്ചോളാം. പഴയ സ്വഭാവം എന്റെ അടുത്ത് കാണിച്ചാൽ ഇനിയും ഞാൻ വിടത്തില്ല. ഇത്രയും നാള് ഞാൻ അങ്ങ് ക്ഷമിച്ചു. ഇനി പണ്ടത്തിന് ഞാൻ കത്തി കയറ്റും. ഈ കൂട്ടുകെട്ട് അച്ഛൻ ചീത്തപ്പേരുണ്ടാക്കും. അച്ഛന് മാത്രമല്ല, പള്ളിക്കും ക്രിസ്ത്യാനികൾക്കും എല്ലാം. മഗ്നല്ല മറിയത്തിന് മാപ്പ് കൊടുത്തതിന്റെ പേരില് കർത്താവിന് ചീത്തപ്പേരുണ്ടായോ? വാറുണ്ണിയെ നിങ്ങൾ എല്ലാവരും കൂടെ കല്ലെറിഞ്ഞ് വീഴ്ത്തി. നിങ്ങൾ ഈ പാപം ചെയ്യാത്തവരാണോ എറിഞ്ഞത്? അവൻ അച്ഛനെ ഏതാണ്ട് കൈവശം കൊടുത്തതാ. കണ്ടറിയാത്തവൻ കൊണ്ടറിഞ്ഞോളൂ. അതെ അതെ. എല്ലാരും പറയണ എന്നെ വീണ്ടും ഇവിടെ താമസിപ്പിക്കണ മണ്ടത്തരമാണെന്നാ. പറഞ്ഞവരെല്ലാം ഞാൻ വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുണ്ട്. പഴയ സ്വഭാവം നീ ഇനിയും തുടങ്ങുമോ? ഇല്ല. ഇത്രയും കാലം നിനക്ക് എന്തും ചെയ്യാം. നാണവും മാനവും നോക്കണ്ട. നീ എന്റെ മാനം നീ കളയുവോ? ഇല്ല. സത്യമാണോ? അച്ഛനാണ് സത്യം. പിന്നെ എന്റെ അധികം കാശൊന്നുമില്ല. ചെലവൊക്കെ ചുരുക്കി വേണം. മറ്റവൻ കഴിക്കണമെന്ന് കലശലായിട്ട് തോന്നുമ്പോ എന്നോട് പറഞ്ഞാ മതി, ഞാൻ തരാൻ പണം. കള്ളച്ചാരായക്കാരൻ രാമനുമായിട്ടുള്ള ഇടപാടൊന്നും വേണ്ടെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അതിനുവേണ്ടി ആയിരുന്നല്ലോ ചില്ലറ മോഷണമൊക്കെ തുടങ്ങിയത്. എനിക്ക് എന്തെങ്കിലും ഒരു പണി കിട്ടുമോ? ആ, ചുമ്മാ ചുറ്റി അടക്കുമ്പോഴാ വേണ്ടാത്തൊക്കെ തോന്നുന്നത്. അച്ഛനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടല്ലോ. പണിയെടുത്ത് തിന്നുന്നതിന്റെ രുചി അതറിയേണ്ടതാ. ആ, ഞാൻ ആലോചിക്കട്ടെ. ഇനിയിപ്പോ അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. അവനെ കർത്താവ് വിളിച്ചു എന്ന് സമാധാനിക്കാം. പിന്നെ ഞാൻ വന്നത്, വണ്ടിയും കാളയും ഇവിടെ ഇങ്ങനെ വെറുതെ കിടന്നിട്ട് എന്നാ പ്രയോജനം? അവറ്റങ്ങളെ തീറ്റി പോറ്റണം. പിന്നെ ഇവിടെയും ചെലവ് നടക്കണ്ടേ? അതുകൊണ്ട് ആർക്കെങ്കിലും ദിവസവാടകയ്ക്ക് കൊടുക്കാം. ഞാനൊരാളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അത് കാശൊക്കെ കൃത്യമായിട്ട് കിട്ടും. വാറുണ്ണിയാ. അത് ശരിയാവില്ല. വേറെ ആർക്കു വേണമെങ്കിലും അച്ഛൻ കൊടുത്തോ. അവനിപ്പോ പഴയ പോലൊന്നും അല്ല. വേണ്ടച്ചോ, അയാൾ മുറ്റത്ത് വരുന്ന പോലും എനിക്കിഷ്ടമല്ല. വേണ്ട, വരണില്ല. അവൻ ഈ പരിസരത്ത് പോലും വരില്ല. പോരെ, വണ്ടി കൊണ്ടുപോകുന്ന ഞാനാ. വാടക എന്താന്ന് വെച്ചാ
ഞാൻ എത്തിച്ചോളാം. വണ്ടി തെളിയിക്കുന്ന ആരെങ്കിലും ആയിക്കോട്ടെ. എന്താ എനിക്ക് തരാൻ ബുദ്ധിമുട്ടുണ്ടോ?